നിങ്ങൾ കേട്ട ദൈവവചനം നിങ്ങൾക്ക് അനുഗ്രഹമായി മാറട്ടെ. എത്തിച്ചേരാത്തവരിലേക്ക് എത്താൻ ഈ വീഡിയോ നിങ്ങളുടെ കോണ്ടാക്റ്റുകളിലേക്ക് ഷെയർ ചെയ്യുക. ദൈവവചനം ലോകജനതയിലേക്ക് എത്തിക്കാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. സങ്കീർത്തനം 83. ദൈവമേ, മിണ്ടാതിരിക്കരുതേ, ദൈവമേ മൗനമായും സ്വസ്ഥമായും ഇരിക്കരുതേ. ഇതാ നിന്റെ ശത്രുക്കൾ കലഹിക്കുന്നു, നിന്നെ പകയ്ക്കുന്നവർ തല ഉയർത്തുന്നു. അവർ നിന്റെ ജനത്തിന്റെ നേരെ ഉപായം വിചാരിക്കുകയും നിന്റെ ഗുപ്തന്മാരുടെ നേരെ ദുരാലോചന കഴിക്കുകയും ചെയ്യുന്നു. വരുവീൻ, ഇസ്രായേൽ ഒരു ജാതിയായിരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളകാം. അവരുടെ പേര് ഇനി ആരും ഓർക്കരുത് എന്നവർ പറഞ്ഞു. അവർ ഇങ്ങനെ ഐകമത്യത്തോടെ ആലോചിച്ച് നിനക്ക് വിരോധമായി സഖ്യം ചെയ്യുന്നു. എദോമ്യരുടെയും ഇസ്മായേലിയരുടെയും കൂടാരങ്ങളും മോബിയരും ഹഗ്യരും കൂടെ ഗബാലും അമ്മോനും അമ്മോലേക്കും ഫെലിസ്തീയ ദേശവും സോർ നിവാസികളും അശൂരും അവരോട് യോജിച്ചു. അവർ ലോത്തിന്റെ മക്കൾക്ക് സഹായമായിരുന്നു. മിദ്യാന്യരുടെ ചെയ്തതുപോലെ അവരോട് ചെയ്യണമേ. കീശോൻ തോട്ടിങ്കൽ വെച്ച് സീസേരയോടും യാബീനോടും ചെയ്തതുപോലെ തന്നെ അവർ എന്തോരിൽ വെച്ച് നശിച്ചുപോയി. അവർ നിലത്തിന് വളമായി തീർന്നു. അവരുടെ കുലീനന്മാരെ ഓരേബ്, സേബ് എന്നിവരെ പോലെയും അവരുടെ സകല പ്രഭുക്കന്മാരെയും സേബഹ്, സൽമുന്ന എന്നിവരെ പോലെയും ആക്കണമേ. നാം ദൈവത്തിന്റെ നിവാസങ്ങളെ നമുക്ക് അവകാശമാക്കിക്കൊള്ളുക എന്നവർ പറഞ്ഞുവല്ലോ. എൻ്റെ ദൈവമേ, അവരെ ചുഴലിക്കാറ്റത്തെ പോലെ പൊടി പോലെയും കാറ്റത്ത് പറക്കുന്ന പതർ പോലെയും ആക്കണമേ. വനത്തെ ദഹിപ്പിക്കുന്ന തീ പോലെയും പർവ്വതങ്ങളെ ചുട്ടുകളയുന്ന അഗ്നിജ്വാല പോലെയും നിന്റെ കൊടുങ്കാറ്റ് കൊണ്ട് അവരെ പിന്തുടരണമേ. നിന്റെ ചുഴലിക്കാറ്റ് കൊണ്ട് അവരെ ഭ്രമിപ്പിക്കണമേ. യഹോവേ, അവർ തിരുനാമത്തെ അന്വേഷിക്കേണ്ടതിന് നീ അവരുടെ മുഖത്തെ ലജ്ജാപൂർണമാക്കണമേ. അവർ എന്നേക്കും ലജ്ജിച്ച് ഭ്രമിക്കുകയും നാണിച്ച് നശിച്ചു പോവുകയും ചെയ്യട്ടെ. അങ്ങനെ അവർ യഹോവ എന്ന നാമമുള്ള നീ മാത്രം സർവ്വഭൂമിക്കും മീതെ അത്യുന്നതനെന്നറിയും.